നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 ഓഗസ്റ്റ് മാസം 2-ാം തീയതി ഞായറാഴ്ച ദിവസം. നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ഓരോ ദിവസത്തെയും പ്രധാന അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്സപ്പിൽ ലഭ്യമാണ്. അതിനായി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്, പെട്രോളിൽ 20% എത്തനോൾ കലർത്തുന്ന E20 പദ്ധതി ഇല്ലായിരുന്നുവെങ്കിൽ 1 ലിറ്റർ പെട്രോളിന് 125 രൂപ വരെ നൽകേണ്ടി വരുമായിരുന്നെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $135 ഇന്ധന വില നിയന്ത്രിക്കാൻ എത്തനോൾ മിശ്രിതം നിർണായക പങ്കാണ് വഹിച്ചതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. മുൻകൂട്ടി നിശ്ചയിച്ച വിലയ്ക്ക് രാജ്യത്തിനകത്ത് തന്നെ എത്തനോൾ സംഭരിച്ചതിനാൽ ഓരോ ലിറ്റർ പെട്രോളിനും 20% എത്തനോൾ ചേർത്ത് വില നിയന്ത്രിക്കാനായി. ഇതുവഴി ഉപഭോക്താക്കൾക്ക് 1 ലിറ്റർ പെട്രോളിന് 94.77 രൂപ മാത്രം നൽകേണ്ടി വന്നതായും പ്രതിസന്ധിയുടെ ഏറ്റവും രൂക്ഷമായ ഘട്ടത്തിൽ ലിറ്ററിന് ഏകദേശം 30 രൂപ വരെ ലാഭിക്കാനായതായും മന്ത്രാലയം അറിയിച്ചു. പാവപ്പെട്ടവർക്കായി മാറ്റിവെച്ച ധാന്യങ്ങളോ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സബ്സിഡി അരിയോ എത്തനോൾ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നുവെന്ന ആരോപണങ്ങളും മന്ത്രാലയം തള്ളി. E20 പെട്രോൾ ഘട്ടം ഘട്ടമായാണ് രാജ്യത്ത് നടപ്പാക്കിയതെന്നും ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നയം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ ചാഞ്ചാട്ടമുണ്ടായെങ്കിലും ഏകദേശം 75 ദിവസത്തോളം രാജ്യത്തെ പെട്രോളിന്റെയും ഡീസലിന്റെയും ചില്ലറ വിലയിൽ മാറ്റം വരുത്തിയിരുന്നില്ല. ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു പ്രാധാന്യമുള്ള അറിയിപ്പ്, ഗുജറാത്ത് തീരം മുതൽ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി തുടരുന്നു. ശക്തി കൂടിയ ന്യൂനമർദ്ദം തെക്ക് കിഴക്കൻ രാജസ്ഥാന് മുകളിലായി സ്ഥിതി ചെയ്യുന്നു. ഇത് അടുത്ത 24 മണിക്കൂറിനിടെ തെക്കൻ രാജസ്ഥാൻ പ്രദേശങ്ങളിലൂടെ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങി ക്രമേണ ശക്തി കുറഞ്ഞ് ന്യൂനമർദ്ദമായി മാറാൻ സാധ്യത. ഇതിന്റെ ഫലമായി അടുത്ത 5 ദിവസങ്ങളിലും നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും ഓഗസ്റ്റ് 2-5 തീയതികളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. സമയം സംസ്ഥാനത്ത് മഴക്കെടുതി അതിരൂക്ഷമായി തുടരുന്നു. സംസ്ഥാനത്ത് ദുരിതപ്പെയ്ത്തിൽ മരണം ഉയരുകയാണ്. മഴക്കെടുതിയിൽ കേരളത്തിൽ ഇതുവരെ 6 പേർ മരിച്ചതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കോട്ടയത്തും ഇടുക്കിയിലുമായി മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിലും 4 പേരാണ് മരണപ്പെട്ടത്. മലപ്പുറം കൊണ്ടോട്ടി നീറാട് തോട്ടിൽ വീണ് 4 വയസ്സുകാരൻ ആദം ഐമൻ മരണപ്പെട്ടു. വയനാട് പടിഞ്ഞാറേത്തറയിൽ കുളത്തിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യാൻ ശ്രമിക്കവേ മഞ്ഞൂറ സ്വദേശി ബെന്നി ഷോക്കേറ്റും മരണപ്പെട്ടു. നീണ്ടകരയിൽ ഇന്നലെ വള്ളം മറിഞ്ഞ് കാണാതായി. പുത്തൻതുറ സ്വദേശി രാധാകൃഷ്ണന്റെ മൃതദേഹം ലഭിച്ചു. കാണാതായ മറ്റൊരാൾക്കായുള്ള തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്തെ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലുണ്ടായി. അതിനു പുറമെ ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ 9 ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുന്നത്. റാന്നിക്ക് പുറമെ പാലാ ടൗണും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. KK റോഡിലും വെള്ളം കയറി. ഈരാറ്റുപേട്ട ടൗണും വെള്ളത്തിലായി. 3 നിലവിൽ ഉരുൾപൊട്ടലുണ്ടായി. ഇടുക്കി ഏലപ്പാറ ചെമ്മണ്ണ് ഭാഗത്ത് വീടിന് മുകളിൽ മണ്ണിടിഞ്ഞ് വീണ്. വാഗമണ്ണിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞ് ഗതാഗത തടസ്സവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്തെ മഴക്കെടുതിയിലെ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാവാൻ സംസ്ഥാന മുഖ്യമന്ത്രി ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ രാത്രിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ അതിരൂക്ഷമായ നാശനഷ്ടങ്ങളാണ് വൈദ്യുതി ശൃംഖലയ്ക്ക് ഉണ്ടായിരിക്കുന്നതെന്ന് KSEB അറിയിക്കുന്നു. പത്തനംതിട്ട ഡിവിഷൻ പരിധിയിൽ മഴയെയും ഉരുൾപൊട്ടലിനെയും തുടർന്ന് വടശ്ശേരിക്കര, റാന്നി പെരുന്നാട്, അതുപോലെ തന്നെ റാന്നി സൗത്ത്, കോഴഞ്ചേരി, ആറന്മുള, വകയാർ, കോന്നി, അയിരൂർ സെക്ഷനുകളുടെ പരിധിയിൽ നാശനഷ്ടങ്ങളുണ്ട്. വെള്ളക്കെട്ടിനെ തുടർന്ന് സുരക്ഷാ കാരണങ്ങളാൽ നിരവധി ട്രാൻസ്ഫോമറുകളും ഫീഡറുകളും ഓഫ് ചെയ്തിരിക്കുകയാണെന്നും വകുപ്പ് അറിയിച്ചു. പ്രളയ സമാനമായ സാഹചര്യം നിലവിലുള്ളതിനാൽ സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിച്ചതിനു ശേഷം ഘട്ടം ഘട്ടമായി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നുവരികയാണ്. പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ അപകട സാധ്യതകൾ ഒഴിവാക്കുന്നതിനും വൈദ്യുതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി KSEB പത്തനംതിട്ടയിൽ പ്രത്യേക കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. കനത്ത മഴയിൽ മലയോര മേഖലകളിലും വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ഉരുൾപൊട്ടിയതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്.
മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.